ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. മോൾ അറിഞ്ഞു. മോൾ എപ്പോഴാ വെച്ചാൽ ഡോണ്ട് വറി, വിഷമിക്കണ്ട. ശരി സാർ. ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഉണ്ടായ ഡിപ്രഷനാണ്. ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ. ഒരിക്കലും പെയ്തു തോലാത്ത മഴയെപ്പോലെ നിറമങ്ങിയ ചുറ്റുപാടുകളിൽ പരിഹാസ കഥാപാത്രങ്ങളായി വേദനകളും വിഷമങ്ങളുമെല്ലാം ഉള്ളിലൊതുക്കി ഞാനും അയ്യപ്പനും വത്സലയും കൊച്ചുമകൾ ആതിരയും മുന്നിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചേ തീരൂ. നാളെയെങ്കിലും സമാധാനത്തിന്റെ പുലരി പ്രകാശിക്കുമെന്ന പ്രത്യാശയിൽ ഓരോരോ രാവുകളും ഞങ്ങളിൽ നിന്ന് കടന്നുപോകും. ചായ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരിയും കൂടി ഒഴിക്കട്ടെ? മതി 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 മതി. ഇത്തിരിയും കൂടി മതിയോടോ. ഇന്നെന്താ വളരെ നേരത്തെ? അതെ, പയ്യന്മാർക്കിന്ന് പരീക്ഷയാ. ഉച്ചക്ക് ശേഷം അവർ വർക്ക്ഷോപ്പിൽ വരും. എന്നാലേ വരുമ്പം മേലുവേദനയ്ക്കുള്ള മരുന്ന് കൊണ്ടുവരാൻ മറക്കണ്ട. ആയിക്കോട്ടെ. പിന്നെ മോളുണരുമ്പോ ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്ന് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ സ്കൂൾ കൂട്ടുകാരെങ്കിലും വന്ന് വിളിച്ചാ 2 ദിവസം കഴിഞ്ഞിട്ടേ പറഞ്ഞേക്കൂന്ന് പറയണം. ഒക്കെ ഒന്ന് ഭേദാവട്ടെ. എന്നാ ഞാനിങ്ങോട്ട് ഇറങ്ങാ. ശരി.
ഹലോ ആ ഹലോ അയ്യപ്പേട്ട കേൾക്കുന്നില്ലേ? ഹലോ ശ്രീധര. അയ്യപ്പേട്ട ഞാൻ പറഞ്ഞിരുന്നില്ലേ വീട്ടിലെ കാറിന്റെ സ്റ്റാർട്ടിംഗ് ട്രബിളത്തെ കുറിച്ചിട്ട് ഒന്ന് വന്ന് നോക്കൂ. ആ ആ ആ അയ്യപ്പേട്ട കുറച്ച് അർജന്റ് ആയിരുന്നു. ആ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞയച്ചാല്. അതെ ശ്രീധര, ഇപ്പോ ഇവിടെ പിള്ളേരാരുമില്ല. അവര് കോളേജിൽ പരീക്ഷയ്ക്ക് പോയിരിക്കുക. അവര് വന്നിട്ടേ നാളെ രാവിലെ ആരെങ്കിലും ഒരാളെ ഞാൻ അങ്ങോട്ട് അയക്കാം. എന്താ, മതിയോ? ആ ഓക്കെ 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 ഓക്കെ. നീ ആ സോപ്പൊടി മൊത്തം തീർത്താ? എന്റെ അലക്കാനുണ്ട്. അത് തീർന്നു. അതിലാകെ ഇത്തിരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാ? പിന്നെ ഞാൻ മേടിച്ചതല്ലേ. നീ മേടിച്ചതാ? നമ്മള് നാലാൾ കൂടെ ഷെയർ ഇട്ട് മേടിച്ചത്. ഒന്ന് പോയടാ. നാട്ടുകാർ 10 രൂപയുടെ സോപ്പ് കൂടി 4 പേര് കൂടി പിരിവിട്ട് മേടിച്ചു കാര്യം നാട്ടുകാർ കേൾക്കണ്ട, നാണക്കടം. നാട്ടുകാര് കേക്കട്ടാ, എന്റെ ഷെയറിന് യാതൊരു വിലയില്ലേ. എടാ എന്തിനാ നീ ഇങ്ങനെ ചൂടാവണേ? ചൂടാവത് പിന്നെ 10 രൂപയുടെ സോപ്പ് പൊടി മേടിച്ചിട്ട് ആകെ 1.5 മാസം പോലായില്ല. എന്റെ അലക്കാനുണ്ട്, പാന്റും ഷർട്ടും ചെട്ടിയൊക്കെ. ആ ബാത്റൂമിൽ വേറെ സോപ്പ് പൊടി ഉണ്ട്, നീ പോയി അലക്ക്. അത് സതീഷ് പൊതിഞ്ഞോണ്ട് പോണു. അവൻ പൊതിഞ്ഞുകൊണ്ടോയോ? അവനെന്താ ഭ്രാന്താണോ? ആ ഇതാണ് ഷെയർ ഇട്ട് മേടിച്ചുള്ള കുഴപ്പം. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മുടെ കാർത്തി ഓരോ ദിവസവും ഓരോ ഗെറ്റപ്പാ. കോട്ട്, സൂട്ട്, കാറ്. ശരിയാടാ, റിച്ച് ആയിട്ടുണ്ട് കേട്ടോ. എടാ ദിലീപേ, അവന് ശരിക്കും എന്താ പണി? അവനെന്തോ ഓൺലൈൻ ബിസിനസ്സാ. ചെയിൻ പോലെ ആളെ ചേർക്കുന്ന പരിപാടിയാ. നല്ല വരുമാനം കേട്ട്. അവനൊക്കെ സെറ്റായില്ലടാ. എടാ ശരത്തെ, നീ അവനെ ഒന്ന് വിളിച്ചേ, നമുക്കൊന്ന് സെറ്റ് ആവണ്ടേ? കാർത്തി. ഹലോ കാർത്തി മുതലാളി, എവിടെയാണ്? ആ ഓ, എഴുതിയിട്ടുണ്ട്. കിട്ടിയാ കിട്ടി. ആ അവരിവിടെ ഉണ്ട്. ആ കൊടുക്കാം. എന്നാ കാർത്തി. ഹലോ മച്ചാനെ. എടാ നീ ഞങ്ങളെ ലൈഫ് ഒന്ന് സെറ്റാക്കി തടാ. 10 ആളുകളോ? എടാ അത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. വേണടാ മുത്തേ. അവന്റെ കോള് ഹോൾഡായല്ലോ. അവനിപ്പോ വലിയ തിരക്കുള്ള ആളല്ലടാ. ചിലപ്പോ ഏതെങ്കിലും VIP ആയിട്ട് സംസാരിക്കായിരിക്കും. നീ കോള് കെട്ടി. അവൻ വിളിച്ചോളൂ. എനിക്കൊന്ന് സെറ്റ് ആവണം. എനിക്കൊന്ന് സെറ്റാണ്. നീ ഇന്നലെ ആ സോപ്പ് പൊഞ്ഞുകൊണ്ടത് വളരെ മോശം പരിപാടിയൊക്കെ കേട്ടോ. എന്ത് മോശം? അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലടാ. ദിലീപേ, ഓ മറ്റു 2 മെക്കാനിക്കുകളെ കാണുന്നില്ലല്ലോ. അവര് വന്നില്ലല്ലേ? ഇല്ല. അതെങ്ങനെ? അവർക്ക് വല്ല ഉത്തരവാദിത്വ ബോധമുണ്ടോ? വണ്ടിയെ വേദനിപ്പിക്കരുതേ. ആ അയ്യപ്പേട്ട ഗുഡ് മോർണിംഗ്. ആ സുപ്രഭാതം. അയ്യപ്പേട്ട, നമ്മുടെ ആതിരക്കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ
സ്വല്പം ഭേദമുണ്ട്. നാളെ കഴിഞ്ഞ് ആ. സ്കൂളിൽ പറഞ്ഞു വിടണം. ഓ നിങ്ങളെന്താ മക്കളെ എത്ര വൈകി? അതെ അയ്യപ്പേട്ടാ, ആ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലില്ലേ, ആ. സിറ്റി ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് ബ്ലഡ് കൊടുക്കാൻ പോയതാ. ആഹാ, അത് നന്നായി. അത് കഴിഞ്ഞപ്പോ കുറച്ചു നേരം പോയി. നീ ആർക്കാ ബ്ലഡ് കൊടുത്തേ? ഒരു രോഗിക്ക്. എന്നാ അയാളുടെ കാര്യം പോക്കാ. ഓഞ്ഞ കോമഡി ആയിരിക്കില്ലേ? മോനെ ശരത്തെ, ആ. എന്റെ ആ ചങ്ങാതിയില്ലേ ആ ശ്രീധരെ, ഓ. അവിടെ ഒരു വണ്ടി കടയിൽ കിടക്കുന്നുണ്ട്. ആ. നീ ഒന്ന് അവിടത്തെ വരെ പോണം. ഓ. 2-3 ദിവസമായി എന്നെ വിളിക്കുന്നു. നീ ഒന്ന് ചെന്ന് നോക്ക്. ഈ ശ്രീധരൻ എന്ന് പറയുന്ന മറ്റേ ഇലക്ട്രീഷ്യൻ അല്ലേ? ആ, നമ്മളാ മില്ലിനടുത്തുള്ള വീട്. ആ ആ ഓക്കെ ഓക്കെ. ശ്യാമേ, എന്താടാ? ആ ടൂൾസ് കിറ്റ് എടുത്തേ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ആയിക്കോട്ടെ മക്കളെ. വെളുത്തില്ലേ? ഓ ഓ വെളുപ്പിച്ച്. പട്ടിയുടെ വാല് 400 കൊല്ലം ഓടക്കോലിട്ടാലും അത് വളഞ്ഞ് എല്ലിയ ഇല്ലേ? ഏത് ഭാഗത്തുനിന്നാ പറഞ്ഞേ? ഇവിടെ ഒരു ആണ്. ഇതായിരിക്കാം വീട്. നോക്കാം. വാ പോയി നോക്കാം. ആ വീട് കൊള്ളാറോടാ. ആ ശരത്തോ? ആ താനോ? താനെന്താ ഇവിടെ? അത് ശരി, എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനെന്താ ഇവിടെന്നോ? അപ്പോ ഈ ശ്രീധരേട്ടൻ? എന്റെ അച്ഛനാണ്. ഓഹോ അത് ശരി. ഇതേ അച്ഛൻ വന്നല്ലോ. എന്താ മോളെ, ആരാ ഇവര്? ചേട്ടാ, അയ്യപ്പേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. കാറിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓ, ഇപ്പൊ മനസ്സിലായി. വരൂ മോളെ, കീ എടുത്തോണ്ട് വാ. ആ ശരി. ഇതാണ് വണ്ടി. കഴിഞ്ഞ 2-3 മാസമായിട്ട് ഉപയോഗിക്കാതെ ഇവിടെ കിടക്കായിരുന്നു. ഇപ്പൊ എടുക്കുമ്പോ എന്തോ സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. ഒന്ന് നോക്കൂ. ഇതാക്കി. ശരത്ത് മെക്കാനിക് ആണല്ലേ? അതെ അതെ. മോൾക്ക് ഇങ്ങനെ ഇവരെ അറിയാം? ഇവരെന്റെ ഫ്രണ്ട്സ് ആണ് അച്ഛാ. അതിന് മോൾക്ക് സപ്ലൈ ഒന്നും ഇല്ലല്ലോ. നോക്കിട്ട് പോട്ടെ. തന്ത്രത്തിൽ നാണം കൊടുത്തു. നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ബോണറ്റ് തുറ. ആ നീ ഒന്ന് സെൽഫ് അടിച്ചേ. ശരിക്കും നോക്ക്. സ്റ്റാർട്ട് ചെയ്തേ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഹലോ, പറയടോ. പുള്ളികളായ വെക്കാനിക്കലോ മാറ്റം ശരി. ശരി. നീ അറിയാന്നൊക്കെയാണ് നാട്ടിൽ പറയുന്നത്. പിന്നെ നീ വൈകിട്ട് അങ്ങാടിക്ക് ഇറങ്ങണില്ലേ? ഒന്നും മനസ്സിലായില്ല. എടാ ശ്യാമേ, എന്താ അവളുടെ ക്യാരക്ടർ നല്ല സൂപ്പർ ആണല്ലേ? വർഷയുടെ അവർക്ക് അപ്ലൈ കിട്ടിക്കാണോ? പിന്നെ നമ്മള് വർക്ക്ഷോപ്പിലെ ജോലിക്കാരൻ അവൾ അറിഞ്ഞത് മോശമായടാ. എന്ത് മോശം? വല്ല എഞ്ചിനീയറാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സപ്ലി ഉള്ള എഞ്ചിനീയർ അല്ലേ? അല്ലാതെ പിന്നെ നീ ആദ്യം പോയി സപ്ലൈ ചെയ്തെടുക്കാൻ നോക്കിയടാ. നീയേ എഴുതി. എന്നോമൽ പൈങ്കിളി നിൻ മന്ദഹാസത്തിൽ ഞാനേറെ ആകൃഷ്ടനായി മനോഹരി. നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. വല്ല റോട്ടിലോ ബസ് സ്റ്റോപ്പിലോ വയറ്റത്തിരിച്ച് പാടുക. വല്ല ചില്ലറയും കിട്ടിക്കോളൂ. എടാ, നീ എന്താ നോക്കുന്നത്? അതാണ് അത് പിന്നെ നന്നാക്കും. ആദ്യം ഇത് നന്നാക്കും. ദിലീപേ, ആ ഫോണെടുക്ക്. ഒരുമാതിരി മന്തുപോലത്തൊരു സാധനം. ഹലോ, വത്സലയാണോ? ഹലോ അച്ചാച്ചാ.
ആ മോളാ മോള് ഭക്ഷണം കഴിച്ചാ? ആഹാ. ഓ ഓ, ഓ, ഓ ആയിക്കോട്ടെ. അച്ചാച്ചൻ വരുമ്പോ കൊണ്ടുവരട്ടാ. അമ്മമ്മയുടെ പോയി മോളു. എന്നാ കൊടുക്ക്, ഫോണ് കൊടുക്ക്. ആ ആ ഞാൻ വരുമ്പോ കൊണ്ടുവരും. അല്ല എടോ വൈകിട്ട് വരുമ്പോ വേറെ എന്തെങ്കിലും വാങ്ങിക്കണോ വീട്ടിലേക്ക്? ആ ഓക്കെ ഓക്കെ. അല്ല ഈ പേട്ടാ ആരാ വിളിച്ച്? ആതിര മോക്ക് ഒരു പുതിയ ബാഗ് വേണോ ഞാൻ കേട്ടോട്. ആ അത് ശരി. എന്നാലേ ആതിര മോക്ക് ഈ മാമന്മാരെ വക സ്കൂൾ ബാഗ്. പിന്നെ അല്ലാതെ ഞാൻ അതെടുക്ക് അതെടുക്ക്. ആ അതിന്റെ സോപ്പും വേണ്ട, സോപ്പും പൊടിയും വേണ്ട. ആ ഒരൊറ്റ അടി വെച്ച്. ആ നിങ്ങൾ പോയ കാര്യം എന്തായി മക്കളെ? കൊറേ കാലമായിട്ട് വണ്ടി ഓടിക്കാതിരുന്നോണ്ടേ അതിന്റെ ബാറ്ററി ചാർജ് ഇറങ്ങിയതാ. അതിന്റെ ബാറ്ററി മാറ്റണം, പിന്നെ അതുപോലെ തന്നെ അതിന്റെ എഞ്ചിൻ ഓയിൽ മാറ്റണം. ആ ഇക്കാര്യം ശ്രീധരനോട് പറഞ്ഞു. ഒക്കെ പറഞ്ഞു. ആയിക്കോട്ടെ. അയ്യപ്പേട്ടാ എന്താടാ? ഞാനൊരു ചായ കുടിച്ചിട്ട് വരട്ടെ. ഞാനും വരാം. ആ എന്നാ ഞാനും വരാം. ശരിയാ, വാടാ. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. നീ വരണ്ട. നീ രാവിലെ കുടിച്ചതാ. നീ ആദ്യം ഞാൻ അയച്ചു വെച്ച 4 വീലും ഫിറ്റാക്ക്. നമുക്ക് പോടാ. വാ. ക്ഷീണിച്ചു. എടാ ഇത്തവണയെങ്കിലും സപ്ലി എഴുതി കിട്ടിയില്ലെങ്കിലേ നമ്മള് മൂഞ്ചി പോകും. എനിക്ക് ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. നിന്റെ ഒരു പ്രതീക്ഷ ഇത് തന്നെയല്ലേ കഴിഞ്ഞ 4 വർഷമായിട്ട് പറയുന്നത്. എന്റെ ആത്മവിശ്വാസത്തെ നീ പുച്ഛിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് പുച്ഛിക്കൽ. തേങ്ങാക്കൊല. നമ്മുടെയൊക്കെ സമയം ശരിയാണെങ്കിൽ എല്ലാം ശരിയാവും. അത്രേ ഉള്ളൂ. അവന്റെ ഒരു സമയം എന്നാണാവോ ഈ സമയമൊക്കെ ഒന്ന് ശരിയാവുന്നത്? മക്കളെ, ഈ ലോകത്തെല്ലാ മനുഷ്യർക്കും മുന്നേറാൻ അവരുടേതായ ഒരു സമയമുണ്ട്. ഏത് കാര്യത്തിനാണെങ്കിൽ പോലും സമയം അതിനു വേണ്ടി കാത്തിരിക്കുക. മനസ്സിലായില്ലേ? പച്ച സിഗ്നൽ തെളിയും. ശരിയാ, പോസിറ്റീവ് ആയിരിക്കുക. പച്ച സിഗ്നൽ തെളിയും. യെസ് ഐ ക്യാൻ. ആ ഇവിടെ കേറിയിരിക്കി. ആ ഇവിടെ ചായ എടുക്കാലോ അല്ലേ? ആ ഒരു ചായ എടുത്തോ. എടാ വിനോദേ, 4 ചായ, അതിലൊന്ന് വിത്തൗട്ട്. അയ്യപ്പട്ടൻ ഈ വൈക്ക് കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ. വത്സലേച്ചിക്കും പേരക്കുട്ടിക്കും ഒക്കെ സുഖം തന്നെയല്ലേ? ആ അങ്ങനെ സുഖമായിട്ട് പോകുന്നു. കാതർക്ക കഴിക്കാൻ എന്തൊക്കെയുള്ളത്? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, നല്ല ചൂടുള്ള പയമ്പര തരാം. പയമ്പരിയാ? അത് വേണ്ട. ഒരു സാധനമില്ലല്ലേ. കാതറേ, നിന്റെ മോൻ അസർഫ് ദുബായിന്ന് വിളിക്കലുണ്ട് ഇപ്പൊ. 4 ദിവസമായി ഓൻ വിളിച്ചിട്ട്. ആ ആ ആളവിടുന്ന് നിർത്തിപ്പോരാന്നാ പറഞ്ഞേട്ടെ. പഴയ പോലെ ശമ്പളമൊന്നുമില്ല. നാട്ടിലെങ്ങാനും വന്ന് എന്തെങ്കിലും പണി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഓന്. ഓ ഒരു കണക്കിന് അതാ നല്ലത്. ഇനിയുള്ള കാലമൊക്കെ അങ്ങനെ തന്നെയാ. ദൈവം ഓനെ അനുഗ്രഹിക്കട്ടെ. അല്ല ഇപ്പോട്ട ഒളിച്ചോടിപ്പോയ നിങ്ങളെ മോളെ പറ്റി വല്ല വിവരം കിട്ടിയോ? മിണ്ടാടിരിക്കടാ. അവന്റെ ഒരു ചോദ്യം. പാത്രങ്ങളൊക്കെ കഴുകിക്കടാ. അയ്യപ്പട്ടാ, നിങ്ങളിതൊന്നും കാര്യാക്കണ്ട. ഞാൻ എടുക്കടാ. ഇവിടെ ഇരിക്കുക. മോളെ ഈ പാല് കുടിക്ക്. എനിക്ക് വേണ്ട. കുടിക്ക് മോളെ. എനിക്ക് വേണ്ട. അച്ഛനോട് ഞാൻ ബാഗ് കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ. അത് അച്ചാച്ചൻ മറന്നുപോയതല്ലേ. അച്ചാച്ചൻ കുളിച്ച് വന്നിട്ട് ടൗണിൽ പോകുന്നുണ്ട്. അപ്പം ബാഗും കൊണ്ടുവരും. ഇപ്പൊ ഈ പാല് കുടിക്കേ. എനിക്ക് വേണ്ട. വത്സലാമേ, നമ്മുടെ ആതിരമോളെന്താ പിണങ്ങിയിരിക്കുന്നത്? അവള് അച്ചാച്ചനോടൊരു ബാഗിന് പറഞ്ഞിരുന്നു. അച്ചാച്ചൻ അത് മറന്നുപോയി. അതിന്റെ പിണക്കാ. ശരത്തെ, ആ ആതിരമോളെ പിടക്കൊന്ന് മാറ്റി മാറ്റല്ലേ? ആതിരമോളെ, അമ്മമ്മേ, ഇത് നോക്ക് ബാഗ്. ഇപ്പൊ സന്തോഷായില്ലേ? ഇനി ഈ പാല് കുടിക്കും. മോളെ, ഇതാരാ മേടിച്ചെന്നറിയാമോ? ആരാ? മോളുടെ അച്ചാച്ചൻ. അച്ചാച്ചനോ? ആ അച്ചാച്ചൻ മോക്ക് ഒരു സർപ്രൈസ് തന്നല്ലേ? ഇഷ്ടായോ? ശരിക്കും ഇഷ്ടായോ? അമ്മേ, അയ്യപ്പേട്ടൻ എന്തേ? കുളിക്കാൻ കേറിയതാ. ഇപ്പൊ വരും. നിങ്ങൾ കേറിയിരിക്കേ. ഇല്ല, കേറുന്നില്ല. പോവാ. ഇത് തരാൻ വേണ്ടി വന്നാ.
അയ്യപ്പേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ശരി. ബൈ ബൈ. ചാച്ചാ. ടാറ്റാ. ഓക്കെ ബൈ ബൈ. എടാ പ്രദീപ്, എത്ര നേരമായടാ കാത്തു നിൽക്കുന്നത്. ആ എട് എട് എട്. ആ ബ്രാൻഡിയാണല്ലേ. ആ കേഷട് കാശൊക്കെ തരാടാ പ്രദീപ്. പിന്നൊരു കാര്യം, 20 രൂപ കുറവുണ്ട്. അതൊന്നും നീ അഡ്ജസ്റ്റ് ചെയ്യണം. മോനെ, അതൊന്നും പറ്റത്തില്ല. എനിക്ക് കറക്റ്റ് കാശ് കിട്ടണം. എടാ അത് പിന്നെ ശരിയാക്കാം. ഞങ്ങള് സൺഡേയിലൊന്ന് കൂടുന്നതാ. അതൊന്നും എനിക്കറിയണ്ട മോനെ. നീ കാശ് എടുക്ക മര്യാദ. എടാ പ്ലീസ് എടാ, ഇതെന്റെ ഒരു അപേക്ഷയാ. നാളെ ഉറപ്പായിട്ടും തരാം. അപേക്ഷയാണെങ്കിൽ നീ വല്ല പഞ്ചായത്തിലും കൊണ്ട് കൊടുക്ക്. അവിടുന്ന് വല്ല ശൗചാലയെങ്കിലും പാസ്സായി കിട്ടും. ഒരു കോമഡി. അതേടാ, ഇപ്പൊ ഉണ്ടാവുള്ളോട് ഇത് എടുത്തോളൂ. ആ എടാ പ്രദീപേ, അപ്പൊ ഇനി നീ എന്നോട് പൈസ ചോദിച്ചാ നീ എന്ത് കാണണം? നാട്ടുകാരെ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. രാത്രി മദ്യം വെക്കണ ഇവര് പണി നിനക്ക് ഞാൻ കാണിച്ചു തരടാ. എടക്കുരുപ്പേ, നീ നാണം കെടുത്തില്ലടാ. ഞാൻ എങ്ങനെ ജീവിച്ചോട്ടെ? നീ പൈസ പിന്നെ തന്നാ മതി. അതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. ഷാർട്ടാവില്ലേ? എനിക്ക് സൗകര്യമുള്ളപ്പോ തരടാ. എന്നോട് അവന്റെ ഒരു കളി. ഓ ചെറ്റകള് വീഴുന്നുണ്ട്. എന്താ മമ്മൂട്ടിയെ പോലെ കരിമ്പൂതമേ സാധനം കിട്ടിയാ? കരിമ്പൂത നിന്റെ അച്ഛൻ. ഈ സതീശനൊരു കാര്യമായിട്ടല്ലേ അത് നടത്താതിരിക്കൂല. നീ ഞങ്ങളുടെ മുത്തല്ലടാ, അതല്ലേ നിന്നെ വിട്ടത്. കേറി കേറി. ശ്യാമേ നീ അവിടെ ഞാൻ ആദ്യം കേറാം. അതെ, 4 പേരൊന്നും കേറൊന്നുമില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ശരത്തെ, ആ ചായ അടിക്കുന്ന വിനോദിനിട്ട് നമുക്കൊരു പണി കൊടുക്കണം. അവന് നമ്മളെ കാണുമ്പോ എപ്പോഴും ഒരു ആക്കല. സപ്ലി ഒന്നും കിട്ടിയില്ലെന്നും ഒരു ആക്കലും. ശരിയാടാ നീ പറയുന്നത്. ആ നാറിൻ നമ്മുടെ അയ്യപ്പേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചു. ശരിയടാ, പന്നിക്കിട്ടൊരു പണി കൊടുക്കണം. കൊറേ കാലം ഞാൻ നോക്കണം. എടാ അതവിടെ വെച്ചേ, അതെന്റെ ഷഡ്ജാണ്. നിന്റെയോ? ഇത് എന്റെ സ്വന്തം ഇതിലെ എന്റെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, നീ കുളിക്കാൻ പറ്റേ? എന്തേ? ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷനോ? എന്തോ ഓപ്പറേഷൻ? ഓപ്പറേഷൻ ചായ അടിക്കാരൻ വിനോദ്. എടാ പണി പാളോ? നോ ബ്രദേഴ്സ്, ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഒരു രസമുള്ളൂ. രസം അവസാനം സാമ്പാറാ പറഞ്ഞാ മതി. ഓഫ് നെഗറ്റീവ്. ഇങ്ങനെയാണ് ഈ പണിക്ക് ഞാനില്ല. അവൻ വെറുതെ പറഞ്ഞതാടാ. അപ്പൊ ഓപ്പറേഷൻ വിനോദ്. എന്നാ മുണുങ്ങ്. എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയടാ മുത്തേ. നമ്മുടെ ഈ ആഘോഷം നമ്മുടെ അയ്യപ്പേട്ടന് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എടാ നമ്മളാഴ്ചയിലൊരിക്കലല്ലേ ഉള്ളൂ. നമ്മളെ കാര്യം ഓർത്താ എങ്ങനെ കുടിക്കാതിരിക്കും? ഒരിക്കലും എഴുതി തീരാത്തൊരു സപ്ലിയും സാമ്പത്തികമാണെങ്കിൽ എപ്പോഴും കാണും. നിനക്കറിയോ? അവിടെയല്ല ഇവിടെ. ഒരാനയുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പൊ കോഴി മാത്രമേ ഉള്ളൂ തറവാട്ടിൽ. എന്റെ വിഷമം ഞാൻ ആരോട് പറയും? ആകെ ഒരു ആശ്വാസം നീ മാത്രമേ ഉള്ളൂ. സതീഷ, നീ ടെൻഷൻ അടിക്കണ്ട. നമുക്കൊരു ആനനെ വാങ്ങിക്കാന്നേ. അടുത്ത ഉത്സവം വരട്ടെ. വാങ്ങാം. നീ 2 അടിച്ചേ. എന്താ ഇന്നെന്റെ വിഷമം മാറ്റ വെള്ളം 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 കേട്ടെ. സതീഷ കൂമ്പ് പാടൂടാ. അമ്മ എനിക്ക്
അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും. കാച്ചിയ പാൽ തരും. ഞാനത് കുടിക്കാഞ്ഞാൽ ഞാനത് കുടിക്കാൻ അമ്മ കരയും. അമ്മ കരയും. കയ്യേൽക്ക് വെക്ക്. എന്തിനാണ് അമ്മ കരയുന്നത്? എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അച്ഛനോളം വലുതാവണം. ഞാൻ അച്ഛനോളം വലുതാവണം. അതാണ് അമ്മയ്ക്കിഷ്ടം. അതാണ് അമ്മയ്ക്കിഷ്ടം. അച്ഛാ, അത് കരണ്ട് പോയടാ. മോള് പേടിക്കണ്ട. വത്സലേ, ആ വിളക്കെടുക്ക്. ആ ഇപ്പൊ കൊണ്ടുവരാം. ആ ഇതെന്താ ഇപ്പൊ ഒരു കരണ്ട് പോക്ക്? പിന്നെയും തുടങ്ങിയോ? അത് ഇന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ, കുറച്ചു നേരത്തേക്ക് കറണ്ട് ഉണ്ടാവൂലെന്ന്. ആ ആ മോള് വായിക്ക്. അച്ഛാ, കരണ്ട് വരട്ടെ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാലേ അമ്മ പഠിപ്പിക്കും. ഉം. അച്ചാച്ചൻ ഇത്തിരി കിടക്കട്ടെ. ആ മെഴുതിരി അവിടെ നിന്ന് കുത്തി വെച്ചു കൊടുക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ കാക്കണേ ഭഗവാനെ. നോക്കിയിറങ്ങടാ. ഇപ്പൊ ചാട് പോടാ. എനിക്ക് വേറെ, ഞാൻ ലിഫ്റ്റിലേ വരുള്ളൂ. പോണ കണ്ണ് കാണുമല്ലോ. ഒരു മനസ്സമാധാനമില്ല. സൂറന്മാര് എടാ നിക്കടാ. അയ്യോ. ദാ, 10 മണിയായി. എനിക്ക് എന്റെ അവനെ വിളിച്ചേ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിച്ചിട്ടില്ല. മര്യാദക്കൊന്ന് ഉറങ്ങി വന്നത്. പൈപ്പിൽ വെള്ളം ഉണ്ടോ എന്തോ. ആ സോപ്പ് നീ പോറതില്ല. കണ്ണിലേക്കാക്കല്ലേ, കണ്ണിലേക്കാക്കല്ലേ. നിന്നെ പിടിച്ച് മുക്കി കൊല്ലും. ഇവനെന്താ പ്രാർത്ഥനയ്ക്ക് കൊല്ലട്ടെ ഈ സാധനത്തിന്. അയ്യപ്പെട്ടാ പറയും. ഇല്ല, ഞങ്ങളെ കുളത്തില് കുളിക്കാൻ വന്നേക്കാം. നിനക്കെന്താ പ്രാന്ത? അതെ, അവന്റെ ഒരു പാപ്പ. എന്താ വിശേഷിച്ച്? ഓക്കെ, വരാം. ഓക്കെ ഓക്കെ. ആരാ വിളിച്ചേ? അയ്യപ്പേട്ടനാ വിളിച്ചേ. നിന്നെ തേടി ചങ്ങയൊന്നും മിണ്ടാണ്ടിരിക്കും. ഒരു സംഗീതവാദ്യാര്. അയ്യപ്പേട്ടനാ വിളിച്ചേന്ന്. എന്താ കാര്യം? ഉച്ചക്ക് ഫുഡ് അവിടെ റെഡി ആക്കിയിട്ടുണ്ടെന്ന്. എന്താ വിശേഷം? വിശേഷം ഒന്നും പറഞ്ഞൊന്നുമില്ല, എന്തോ സർപ്രൈസ് ഉണ്ടെന്നാ പറഞ്ഞേ. നമുക്ക് പോവാം. ചിലപ്പോ ചിക്കൻ ബിരിയാണി ആയിരിക്കും. നിങ്ങൾ വരുന്നില്ലേ? നിന്റെ കൂടെ കഴിഞ്ഞോ? എന്റെ കൂടെ എപ്പോഴേ കഴിഞ്ഞു. അധികം കുളിച്ചാലേ പനി പിടിക്കും. ഇനി തിരിച്ചു പോവാണോ? ഇന്ന് സൺഡേ അല്ലേ, എന്തെല്ലാം പരിപാടിയുണ്ട്. ഉച്ചക്ക് അയ്യപ്പേട്ടൻ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോണം. നീ റെഡി ആയി നിൽക്കും. ഓക്കേടാ മച്ചാ. ഓക്കേടാ.
ഓ എപ്പോ നോക്കിയാലും ഇങ്ങനെ വലിച്ചു കയറ്റിക്കോ. കുറച്ച് തീരാറായി. അമ്മേ എന്താടാ? എനിക്കൊരു ഗ്ലാസ് ചായ വേണം. ചായ വെച്ചിട്ടില്ല, കഞ്ഞി അയക്കുന്നു. കഞ്ഞിവെള്ളം തന്നാ മതിയോ? എപ്പോ നോക്കിയാലും ഈ കഞ്ഞിവെള്ളം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് ആട്ടിൻപാല്, പശുവിൻപാല് എന്തെങ്കിലും ഒന്ന് എനിക്ക് വാങ്ങി തന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നിറെങ്കിലും കിട്ടിയേനെ. നിങ്ങൾക്കറിയോ, ഈ നാട്ടിലൊരു പെണ്ണ് പോലെ എന്നെ നോക്കുന്നില്ല. ഓ, എത്ര വിഷമമുണ്ടെന്ന് അറിയോ എനിക്ക്. എടാ മോനെ, നീ വിഷമിക്കാതിരിക്കും. നിനക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാം. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ചായ. ഞാൻ അയ്യപ്പേട്ടന്റെ വീട്ടിലേക്ക് പോകും. വേണ്ടെങ്കിൽ വേണ്ട. എടാ ടൈം ഒരുപാടായി, ഒന്ന് വേഗം വന്നേ. അപ്പൊ ഓക്കെ, പറഞ്ഞ പോലെ. സതീശ, അച്ഛാ സതീശനകത്തില്ലേ? എടാ ഒരു പ്രതികരണമില്ലടാ, അന്തരീക്ഷം ആകെ ശോക. സതീശ. ആ വരുന്നടാ. നീ ഇത് എവിടെയായിരുന്നു? നമുക്ക് അയ്യപ്പേട്ടന് വീട്ടിൽ പോണ്ടേ? ഞാൻ എപ്പോഴേ റെഡിയാ. നീ അച്ഛനോടൊന്ന് പറഞ്ഞേക്ക്. എന്തിന്? അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ വർത്തമാനകാലത്തിൽ നിന്നും ഭൂതകാലത്തിലേക്കുള്ള ആത്മീയമായ സഞ്ചാരത്തിലാണ്. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ല? അച്ഛൻ ഈ കാലഘട്ടത്തിനേക്കാൾ ഇഷ്ടം പഴയ കാലഘട്ടം. അതായത് മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത ആ പഴയ കാലഘട്ടം. യു മീൻ നൊസ്റ്റാൾജിയ? അല്ലാതെ കഞ്ചാവൊന്നുമല്ലല്ലോ. അതെ, അച്ഛൻ ആ കാലത്തിലേക്കുള്ളൊരു യാത്രയിലാണ്. കണ്ടില്ലേ, ഞങ്ങളെ വീട്ടിലുള്ള ക്ലോക്ക് പോലും പിന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ നിന്റെ അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതൊന്നും നോക്കണ്ട, ആള് മൊത്തം കോമഡിയാ. അച്ഛൻ പുകച്ചോണ്ടിരുന്നോട്ടെ. പിന്നെ നീ ഈടെയായിട്ട് കുറച്ച് ഗ്ലാമർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഗ്ലാമർ എനിക്ക് ആദ്യമുള്ള. അച്ഛനെ കൊണ്ട് പ്രാന്താശുപത്രി കാണിച്ചോ. എന്തിനാ ഭ്രാന്താശുപത്രിക്ക് ഭ്രാന്തി പിടിക്കാൻ? അയ്യപ്പേട്ടാ, അയ്യപ്പേട്ടാ, ഓയ്. വീട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടല്ലോ. സംഗതി ഉഷാറായി. മാളൂസേ, ഇന്നെന്താ പ്രത്യേകത? ഇതാ നോക്കിക്കേ. ഹായ് ബലൂണ്. വെറുതെ അല്ല അയ്യപ്പേട്ട നമ്മളടുത്ത് വരാൻ പറഞ്ഞേട്ടാ. എന്നിട്ട് എവിടെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചെറുപ്പക്കാരനൊക്കെ? മക്കളെ കേറിയിരിക്കും. എന്താ സ്പെഷ്യല്? പായസൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ആ, വിവാഹ വാർഷികമായിട്ട് ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യല് മനസ്സിലാമേ? അങ്ങനെ അധികമൊന്നുമില്ലടാ. എന്തിനധികം? സാമ്പാർ തന്നെ ധാരാളല്ലേ? അതെ വത്സലാമേ, ഞങ്ങളോട് പറയാതെ സർപ്രൈസ് ആയി വെച്ചിരിക്കായിരുന്നല്ലേ? ആ അയ്യപ്പേട്ടൻ എന്തിയേ? ഊണ് കഴിക്കാനുള്ള ഇല മുറിക്കാൻ പോയതാ. എന്നാ ഞാൻ ഇപ്പൊ അയ്യപ്പേട്ടനെ വിളിച്ചുതരാം. അതെ, മതി 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 മതി. ഇനി എല്ലാ പണികളും ഞങ്ങള് ചെയ്തോളാട്ടോ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി വത്സലാമ പോയി സുന്ദരി കുട്ടിയായിട്ടൊന്ന് ഒരുങ്ങിട്ട് വന്നേ. ചെന്നാട്ടെ. വണ്ടി പോട്ടെ. വാടാ അരിയടാ. ഇത് കൊള്ളാലോ. അവന്ന് വെട്ടിയേ നീ ഒന്ന്. കരിഞ്ഞോട് നീ എന്താ കാണിക്കണം? പെട്ടെന്ന് പോയിട്ടാ തേങ്ങ ചെറണ്ടേ.
ശരി അതല്ല രാജാവേ. ദേ ഈ പാത്രം എടുത്തിട്ട് ഒരു പണി എടുക്കില്ല. അയ്യപ്പേട്ടൻ പോയി റെഡി ആയി വാ, ഇത് ഞങ്ങൾ നോക്കാം. ആ ഇല മുറിക്കാൻ പോയതിനെ കാണുന്നില്ലല്ലോ. ആ ആ ഇല മുറിച്ചോ നീ? മുറിക്കാല്ലേ പോയത്? ഇൻസൈഡ് ആയിട്ട് ഇല മുറിക്കുന്നതാണ് ഞാൻ ഇപ്പൊ കണ്ടില്ലേ? ആദ്യമായിട്ട് കാണുന്നത്. ഒരു തൈ കൂടെ കിട്ടിക്കോളായിരുന്നോ? നീ പോടെ. എടാ നീ ഒരു കാര്യം ചെയ്ത് ഈ പാത്രം ഒന്ന് കഴിക്കുക. അറിയാമെന്നുണ്ട് വിചാരം. നല്ല മധുരം. മൂന്നാൾ കറി. ഞാൻ അറിഞ്ഞു. ആ ഉപ്പിട്ട് വരുന്ന കൊളാക്കല്ലേ? എനിക്കറിയാം കേട്ടോ ഇപ്പൊ നോക്കാൻ. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളാ. പുള്ളിയില്ലേ? നിങ്ങളെന്താ കുതിര ഓടിക്കാം? അപ്പൊ അതെന്താ സാധനം? ആ മക്കളെ എന്തൊക്കെയായി? ആ അയ്യപ്പേട്ടൻ ഇപ്പൊ ഡ്രസ്സ് മാറിയില്ലേ? പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ആ ശരി മക്കളെ. ആ നിങ്ങളെ പണി നടക്കട്ടെ. ആ ആ നാനിന്റെ ഭഗവാനോ. ആ എന്താടാ ദിലീപേ നിന്റെ മുഖത്തൊരു വിഷമം? വിവാഹ വാർഷികം നേരത്തെ ഒന്ന് പറയാമായിരുന്നു. പറഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അയ്യപ്പേട്ട അർജന്റീന ഞങ്ങൾ കൊണ്ടുവരായിരുന്നില്ലേ? ആ ഒന്നും വേണ്ട മക്കളെ, നിങ്ങളിതൊക്കെ വന്നില്ലേ അത് തന്നെയല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്മാനം അല്ലേ? അത് തന്നെ. എല്ലാരും വന്നില്ലേ, അത് മതി. വളരെ സന്തോഷം. വേണ്ട മോനെ വേണ്ട. അയ്യോ വേണ്ട മണി മോനെ വേണ്ട, പുറം വയറായടാ. മതി മതി മതി. ഇത് കഴിക്കാലോ. സതീശേ എനിക്കൊന്നും വേണ്ടടാ. വാ അമ്മമ്മേ വാ. വാ വാ എങ്ങോട്ടാ? നമുക്കൊരു ഫോട്ടോ എടുക്കാം. വാ അച്ഛാ. ഏതായാലും നന്നായി. കുറച്ചുകൂടി പെട്ടെന്ന് പോയി. മക്കളെ, ഓക്കെ ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുത്തു. ക്ലിക്ക്. ഈ ഫോട്ടോ എന്റേത്. ആ ഞാൻ സെൻഡ് സ്റ്റാറ്റസ് കണ്ടു. എനിക്കൊന്ന് കാണിച്ചു തരാമോ? ആ ഓക്കെ കണ്ടോ? അടിപൊളി, ആ നല്ല ഫോട്ടോ. പൊളിച്ചില്ലേ? ആ ആതിരേ അച്ഛാ, ഓ. ദേ ആഭരണ. ഓ, ഞാൻ അവളോട് ആയിക്കോട്ടെ. സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേഗം വരണേ മോളെ. എന്താ ആതിരേ വിശേഷം? എടി ഇന്ന് അച്ചാച്ചന്റെ അമ്മാമ്മന്റെ വെഡിങ് ആനിവേഴ്സറിയാ. നീ കഴിച്ചോ? ഇല്ലെങ്കി വാ വീട്ടിൽ നിന്ന് കഴിക്കാം. വേണ്ട വാന്നേ, ഞാൻ കഴിച്ചിട്ടാ വന്ന്. നീ ഇങ്ങ് വന്ന്. മക്കളെ, നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങളുടെ വിവാഹ വാർഷികം എന്തുകൊണ്ടാ പറയാതിരുന്നത് എന്നൊക്കെ? ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമൊന്നുമല്ല. ഞങ്ങളിത് ഇത്ര കാലമായിട്ടും ആഘോഷിക്കാറുമില്ല. പിന്നെ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങ് അതെന്റെ കുട്ടിക്ക് വേണ്ടിയാ. അതവിടെ മനസ്സിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാ. 2 ദിവസം മുമ്പേ അവൾ അവളുടെ ചങ്ങായിന്റെ അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷികത്തിന്റെ ഒരു ഫോട്ടോ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു. മോളുടെ കണ്ണില് എനിക്ക് കാണാമായിരുന്നു മക്കളെ, അവിടെ അച്ഛനും അമ്മയും പറ്റിയുള്ള അവരുടെ സ്നേഹത്തിന്റെ വില. അത് ഞങ്ങളുടെ മോള് ഞങ്ങളോട് പറയാതെ പറഞ്ഞു.
അവര് കുട്ടികളല്ലേ, അവർക്കുണ്ടാവില്ലേ ആശയ ആഗ്രഹങ്ങളൊക്കെ. അവളുടെ തള്ളക്ക് ഇതെല്ലാം എന്തെങ്കിലും അറിയേണ്ട കാര്യമുണ്ടോ? ഫോണിൽ ഇന്നലെ പരിചയപ്പെട്ടവന്റെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോയവളല്ലേ അവള്. അവൾക്കൊന്ന് ചിന്തിക്കായിരുന്നു. അവളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും താലി കെട്ടിയ ഭർത്താവും മകളുമുണ്ടെന്ന്, അവൾക്കൊരു ഭാവിയുണ്ടെന്ന്. സ്നേഹം തലയ്ക്ക് പിടിച്ചല്ലല്ലോ ഇറങ്ങിപ്പോയത്, കാമം പിടിച്ചിട്ടല്ലേ. മനസ്സിലേ മതി, അത് കഴിഞ്ഞില്ലേടോ. സങ്കടം കൊണ്ട് പറയാണ്, നമുക്ക് വയസ്സായില്ലേ, ഇനി എത്ര കാലം കൂടി ജീവിക്കും? നമ്മുടെ കാലശേഷം നമ്മുടെ കുട്ടിക്ക് ആരും ഇല്ലാതെയാവില്ലേ? സങ്കടപ്പെടാതെ. എന്താ അച്ഛാ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ അബി. വേണ്ട വേണ്ട, എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. ഒരു സ്വൈരില്ലാത്തൊരു വീട്. ഓടല്ല, മോളൊന്നും മറന്നിട്ടില്ലല്ലോ. ഇല്ല അച്ചാച്ച. എന്നാ മോള് പോയിക്കോ. ശരി ശരി. സെബാസ്റ്റ്യൻ, നീ എന്താടാ കാണിക്കുന്നത്? കോപ്പേ 11. ഏത് 11? സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്നും ഉണ്ടായിരിക്കും, അവൻ നമ്മളെ കണ്ടല്ലോ. ഇവനെന്താണ് പത്രം തലതിരിച്ച് വായിക്കുന്നത്? വെറുതെ അല്ല സപ്ലി കിട്ടിയത്, വാർത്തയും തലകുത്തനല്ലേ വായിക്കണത്. ഒന്ന് പോടോ. ഓ എടാ ദിലീപേ, നീ പത്രം നേരെ പിടിച്ച് വായിച്ചേ, വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട്. ശരത്തെ, ഇത് അതൊന്നുമല്ല. ഇവൻ ആരെ കൊണ്ട് പേടിച്ചിരിക്കേ. പോടാർന്ന്. ആരെ കണ്ട്? എടാ നമ്മുടെ സെബാസ്റ്റ്യൻ. മറ്റവനാ? ഏത് സെബാസ്റ്റ്യൻ? നമ്മുടെ സീനിയർ ആയിരുന്ന റോക്കി സെബാസ്റ്റ്യൻ. റോക്കി സെബാസ്റ്റ്യനോ? അവനെന്തെവിടെ? അതൊക്കെ പോട്ടെ, നീ എന്തിനാ അവനെ കണ്ടു പേടിക്കണേ? അവൻ വല്ല പ്രതികാരത്തിനും വന്നാണെങ്കിലോ? പ്രതികാരത്തിനാ? എന്ത് പ്രതികാരത്തിന്? നീ എന്തിനാടാ ജൂനിയേഴ്സ് പെണ്ണ റാഗ് ചെയ്തത്? നമ്മുടെ ലാസ്റ്റ് വർഷല്ലേ, ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തോ. ഇതൊക്കെ അല്ലടാ ലൈഫ് ബ്രോ. ഇതൊക്കെ എന്ത്? എല്ലാത്തിനും റാഗ് ചെയ്തേ പറ്റൂ. നീ എന്തിനാണ് കിടന്ന് മോങ്ങണേ? ആ റോക്കി സെബാസ്റ്റ്യൻ ഇവിടെ റാഗ് ചെയ്തു. ഏത് റോക്കി സെബാസ്റ്റ്യൻ? സീനിയർ റോക്കി സെബാസ്റ്റ്യൻ. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല, കൊറേ ആയി സഹിക്കുന്നു. നമുക്ക് പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യാം. മറ്റേ തലയോട് പറഞ്ഞ കാര്യമില്ല. വാടാ. നിങ്ങളെങ്ങോട്ടോ ഇടിച്ചു കയറി റോക്കി സെബാസ്റ്റ്യൻ അഞ്ചിനെ റാഗ് ചെയ്തു. ഇട്ടേക്ക് വെറുതെ സീനാക്കാൻ വിടാനൊന്നും പറ്റൂല. നീ വന്നേ, ഇയാളൊക്കെ വരും. ആടാ. റോക്കി സെബാസ്റ്റ്യ. ആരടാ? സിംഹത്തെ തേടി കുറുക്കന്മാരോ? ഓ ഇവനാണ് സിംഗം. നീ എന്തിനാടാ ഞങ്ങൾ അഞ്ജുവിനെ റാഗ് ചെയ്ത്? അതിന് നിനക്കെന്താടാ? എന്താടാ നോക്കുന്നേ? പോ. കള്ളപ്പന്നി. നീ എന്താടിയാടാ അടിച്ചത്?
നീ നല്ല അടിക്കാരനാലോ. അയ്യോ, നീ എന്തെങ്ങനെ ചിരിക്കണേ? ഒന്നുമില്ല, ഞാൻ ആ പഴയതൊക്കെ ഒന്ന് ഓർത്തു പോയതാ. ഡാ ശ്യാമേ, ആ സെബാസ്റ്റ്യനെ തല്ലിയത് നമ്മളെ സൽമാനല്ലേ? പിന്നെ ദിലീപ് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആ, തല്ലിയത് സൽമാനാ. പക്ഷെ ദിലീപ് അവനെ നന്നായിട്ട് തല്ലിയിട്ടുണ്ടെന്നാ കേട്ടത്. അതിനന്ന് അവൻ കോളേജിൽ ഇല്ലായിരുന്നല്ലോ. അതിന് ക്യാമ്പസ് നിന്നല്ല, പുറത്തുനിന്ന് എവിടുന്നോ ആണെന്നാ തോന്നണേ. വെറുതെ അല്ല അവൻ പേടിക്കുന്നത്. ഇവിടെ പോയവര് എന്തൊരു കഷ്ടാണ്. ഒരു വർഷാപ്പ് തുറന്ന് വെച്ച ആളെ കാണാണ്ട് എവിടെ എന്താ ഹലോ ഹലോ ശ്യാമേ, നിങ്ങൾ എവിടെയാ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ആരെയും കിട്ടുന്നില്ലല്ലോ. ആ, പോലീസ് സ്റ്റേഷനിലോ? എന്താ മക്കളെ? ട്രാഫിക്കിലെന്തോ റൂൾസ് തെറ്റിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളോട് പിടിച്ചു വെച്ചിരിക്കുക. സതീഷിനാണ് വണ്ടി ഓടിച്ചിരുന്നത്. പോലീസുകാർ പിടിച്ച് ആകെ സീനായി കിടക്കുക. ഞങ്ങളൊന്നും ചെയ്തില്ല അയ്യപ്പേട്ടാ. ഇവരെന്താ വെറുതെ പിടിച്ചോണ്ടുന്നതാ. അയ്യപ്പേട്ടൻ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, വിളിച്ചു പറയാം. ഞാൻ നോക്കട്ടെ മക്കളെ. ഞാൻ നോക്കാം. നോക്കണേ അയ്യപ്പേട്ടാ, അവന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഫോൺ ഓഫ് ചെയ്. അപ്പൊക്കെ ഞാൻ പറഞ്ഞ പോലെ. ഹലോ അയ്യപ്പേട്ടാ, പറയൂ. ആ മോനെ രാജീവേ. ആ, ഇല്ല അയ്യപ്പേട്ട, അയ്യപ്പേട്ട വിഷമിക്കണ്ട, അത് ഞാനേറ്റ്. ആ, ആയിക്കോട്ടെ. എന്താ സഖാവേ പ്രശ്നം? അത് നമ്മുടെ അയ്യപ്പേട്ടനില്ലേ, അയ്യപ്പേട്ടന്റെ പിള്ളേരകത്താണ് ഇപ്പോ പോലീസ് സ്റ്റേഷനില്. അപ്പൊ അതിനു വേണ്ടിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വിളിച്ചതാണ് ഇപ്പോ. താനൊരു കാര്യം ചെയ്യും, നമ്മുടെ PC സത്യനൊന്ന് വിളിക്കും. ഓക്കെ, വിളിക്കാം. പെട്ടെന്ന് വിളിക്കടോ. അല്ല, ആരിത് സത്യനോ? എന്തിനവിടെ? ആ മാഷേ, എന്തൊക്കെയുണ്ട് മാഷേ? ഓ, സോദരനെ. ഇത് എന്നെ പഠിപ്പിച്ച മാഷാ. ഇതാരാണ്? ഇത് നമ്മുടെ SIക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഓ, SIക്ക് ഇവനില്ലാതെ കാര്യമൊന്നും ശരിയാവില്ല. നമ്മളെ അഭിലാഷ് ഇവിടെ ഇല്ലേ? അവനോട്ട് പോവാൻ വേണ്ടി ഒരുങ്ങിക്ക. ഓ, ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ മാഷേ. അച്ഛാ, ഇതെന്ത് ഭാവിച്ച? എന്നും എന്തെങ്കിലും ഒരു പണി എടുത്തോണ്ടിരിക്കണം. വയ്യാണ്ടായ ആര് നോക്കുന്നു കരുതിട്ടാ? അല്ലേ ആരാ നോക്കുന്നത്? നീയോ? നീ എന്തെങ്കിലും അച്ഛനെ പറ്റി ഓർത്തിട്ടുണ്ടോ? എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിലും പ്രായമായ മാതാപിതാക്കളെ ഇപ്പൊ മക്കളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതെന്താ അങ്ങനെയെന്ന് മാതാപിതാക്കൾ ചോദിക്കാറുമില്ല. മക്കൾക്ക് വിഷമാകരുതേന്ന് കരുതിയിട്ട്. അച്ഛൻ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെ. അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അഭി, നിന്റെ ഭാര്യ ചെയ്തത് ഓർക്കാനാകാത്ത തെറ്റ് തന്നെ. അതിന് ഈ മോളെ നിരീക്ഷിക്കണം. നിന്റെ കുട്ടിയല്ലേ ഇത്? നിന്റെ പേരക്കുട്ടിയല്ലേ? നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. പേരക്കുട്ടി? അവളെന്റെ കൊച്ചുമല്ല, നിങ്ങളുടെ പേരക്കുട്ടിയല്ല. അവള് വേറെ ആർക്കും ഉണ്ടായൊരു വിത്താണ്. നിർത്തടാ, വൃത്തിയിട്ടവൻ. സ്വന്തം ചോരനെ തള്ളിപ്പറയുന്നോ? ചോര. ഇനി ഈ വക കാര്യങ്ങൾ പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരരുത്. ഞാൻ ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ കേട്ട് കേട്ട് എനിക്ക് എല്ലാത്തിനോട് ഒരു വെറുപ്പാ. അല്ല അജിയ, നമ്മളെ സപ്ലികളിയെ പോലീസുകാർ കൊണ്ടുപോയിട്ട് കസ്റ്റഡിയിലിട്ട് നല്ലോണം പെരുമാറിയെന്നാണല്ലോ കേട്ടത്. നമ്മളെ സതീശന്റെ മുട്ടും കൈ കുത്തി പൊട്ടിച്ചാണ്. വിനോദേട്ടാ, വെറുതെ ഒന്നും പറയാതെ. അവരാരും ഒന്നും ചെയ്തിട്ടില്ല. അതിനു മുമ്പ് നമ്മുടെ സഖാവ് രാജീവൻ അവിടെ SIനെ കണ്ട് 2 ഡയലോഗ് പറഞ്ഞ് അവരെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവന്നു. വെറുതെ പരദൂഷണം പറയാതെ. അല്ല വെറുതേട്ടാ, നമ്മുടെ അയ്യപ്പേട്ടനും ലോക്കപ്പിലുണ്ടായിരുന്നോ? അയ്യപ്പേട്ടൻ അവരെ ഇറക്കാനല്ലേ പോയത്. എന്നാലും അയ്യപ്പേട്ടൻ ഈയിടായിട്ട് ഭയങ്കര കഷ്ടകാലം തന്നെയാ. ഓരോരുത്തരുടെ വിധിയെ. വിധിയൊന്നല്ല, സ്വന്തം മകളെ നേരാവണ്ണം വളർത്താത്തതിനെ കൊണ്ടല്ലേ സ്വന്തം ഭർത്താവിനും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തോട് ചാടിപ്പോയത്. ഇവിടെ കൊള്ളഹിമാറെ, എന്നോട് പലതവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്ന്. കേറിപ്പെടാത്ത നിങ്ങൾ ഒന്നാവില്ല. അമ്മേ ഭഗവതി, എല്ലാം ശരിയാക്കി തരണേ. ഇത്തവണെങ്കിലും സപ്ലിന്ന് ഒരു മോചനം തരണേ.
പിടിച്ചോളാ, എല്ലാം നന്നായി നടക്കട്ടെ. ശരി. ഹായ് വർഷ. ഹായ്. ഡെയിലി വരാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും ഒക്കെ. എന്താ അമ്പലത്തിൽ പ്രാർത്ഥിച്ചേ? സപ്ലൈ ചെയ്തതൊക്കെ കിട്ടണമെന്നാണോ? അല്ല, ഇതിപ്പോ എന്താ, സെറ്റ് സാരി, തലയിൽ മുല്ലപ്പൂ, മൊത്തത്തിലൊരു ചേഞ്ച്. ഈ ദിവസത്തിന് വല്ല പ്രത്യേകത ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഭഗവതി ഒന്ന് കാണാൻ തോന്നി വന്നു. എന്തേ, വല്ല വൃത്തികേടുണ്ടോ? വൃത്തികേടൊന്നുമില്ല. കാണാൻ നല്ല ചന്തം കേട്ടാ. ഞാൻ എഴുതിട്ട് വരാം. ശരി. അതെ വർഷ, ആ സപ്ലൈയുടെ കാര്യം നല്ല ആലോചനയിലാണല്ലോ. എടാ ചേർത്തേ, നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ലടാ. എടാ, നിനക്ക് അവള് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? എന്തർത്ഥം? അവള് ഭഗവതി ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാ? എടാ ബുദ്ധുസേ, അവള് ഉദ്ദേശിച്ച് ഭഗവതിയല്ല ഭഗവാനാണെങ്കിലോ? അങ്ങനെ വരുമോ? വരും. ശരിയാടാ. അവളുടെ നോട്ടവും ഭാവവും കണ്ടപ്പോ എനിക്കും തോന്നി അവക്കെന്നോട് ചെറിയൊരു സ്നേഹമുള്ള പോലെ. പിന്നെ പ്രേമത്തിന്റെ ഭഗവാൻ ഇവനാണെങ്കിൽ അവള് ചെകുത്താനേക്കും കാണാൻ വന്നിരിക്കുന്നത്. നെഗറ്റീവ് ഭൂതമേ, ഒന്നും മിണ്ടാതിരി. ഈ മരമാക്കളുകള് കുറച്ചു നാൾ ഇവന്മാരില്ലാതിരുന്നപ്പോ കുറച്ച് സൂര്യണ്ടായിരുന്നു. വീണ്ടും തുടങ്ങി. മുന്നാറ് മക്കളെ നിർത്തണം. എടാ അയ്യപ്പ, സ്ഥലത്തെ മഞ്ഞ നാടമുണ്ടോ തനിക്ക്? തന്റെ മോളെ വേറൊരുത്തന്റെ കൂടെ മതിലാടി പോയില്ലടോ. അവളെനിക്ക് കെട്ടിച്ചേരാൻ പറഞ്ഞപ്പോ ഞാനൊരു കുടിയൻ, കഞ്ചാവ് വലിയൻ, എന്തൊക്കെ ആയിരുന്നു. അവനും അവന്റെ ഒരു മോളും ഏലി ചാടി അവളെ കൊട്ടിയിട്ടല്ലാത്ത എല്ലാത്തിനും വിഷമാക്കി കൊടുക്കണോ? ബാക്കി താനും നിന്നോ? താനൊന്നൊരു കാലത്തും നന്നാവൂലോ. ഇവരോടൊക്കെ പറഞ്ഞ് എന്റെ മാന്യത കളയാൻ. പിടിച്ചേ. എന്തേ, കുറിച്ചെന്ന മരുന്നുകളൊന്നും കഴിക്കാറില്ലേ? കഴിക്കാറുണ്ട്. രോഗത്തിനുള്ള മരുന്ന് കഴിക്കാതിരുന്നാൽ പിന്നീട് എന്താ സംഭവിക്കാന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. മോള് പോയെങ്കിലും മോൾ ആതിരക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളിങ്ങനെ മരുന്ന് കഴിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? ഞാൻ കഴിക്കാം. അടുത്ത ടെസ്റ്റിൽ ഇതൊക്കെ ശരിയാവണം, നോർമൽ ആവണം കേട്ടോ. ശരി ഡോക്ടർ. ശരി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങ് പോവും. പിന്നെ ഇത് തന്നെയല്ലേ അവസ്ഥ. ആ സഖാവേ. ആരാത്? ഡോക്ടറോ? അല്ല, അയ്യപ്പേട്ടനുണ്ടല്ലോ കൂടെ. എന്തു പറ്റി? ഒന്നുമില്ല, അയ്യപ്പേട്ടനെ മരുന്ന് കഴിക്കാൻ ഒരു മടി. എന്താ അയ്യപ്പേട്ട ഇങ്ങനെ? അപ്പോ ഞാനിങ്ങോട്ട് ഇറങ്ങ, മോളെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ. ഞാൻ വരട്ടെ ഡോക്ടർ. സഖാവേ. ശരി, ഓക്കെ. പിന്നെ ഡോക്ടറെ, നിങ്ങളാ പറഞ്ഞ ക്ലിനിക്കിന്റെ കാര്യം ഉണ്ടല്ലോ, അത് ഞാൻ മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ അതിനു വേണ്ട പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്തോളൂ കേട്ടോ. ഓ ഡെഫിനറ്റ്ലി, വിൽ ഡു ഫാസ്റ്റർ. ഓക്കെ. ശരി, താൻ തന്റെ വർക്ക് ചെയ്യ്. ഓ
അയ്യോ അയ്യോ അയ്യ. ഹലോ എക്സ്ക്യൂസ് മീ. യെസ്. ഇന്ന് ഞാൻ കലക്കും. എന്താ പറ്റിയ മാഡം വണ്ടിക്ക്? എന്താന്നറിയില്ല, ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു മിക്സിംഗ് പോലെ. എടാ ശ്യാമേ, കാറ് കൊള്ളാലോടാ. എക്സ്ക്യൂസ് മീ മാഡം, എന്താ കംപ്ലൈന്റ്? വണ്ടി ഓടിക്കുമ്പോ എന്തോ ഒരു മിസ്സിംഗ് പോലെ. ഓടിക്കുമ്പോഴല്ലേ പ്രശ്നം, ഓടിക്കാതെ ഇരിക്കുമ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നോ. ഓക്കെ, എനിക്ക് മനസ്സിലായി. എന്താ കംപ്ലൈന്റ് എന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ കംപ്ലൈന്റ് ഞങ്ങൾക്ക് മനസ്സിലായി. അസിസ്റ്റന്റ് ഗെറ്റ് റെഡി. ദിലീപേ, നീ പോയി ആ ജാക്കി എടുത്തോണ്ട് വാ. പോടാ. ഷാമേ, ആ 10-12 സ്പാൻഡർ ഇല്ലേ, ആ 5-6 എടുത്തോ. ബാഗ് എടുത്തോണ്ട് വാ. ശരത്തെ, നീ പോയിട്ടേ മാഡത്തിന് കുടിക്കാനേ ചായയോ ജ്യൂസോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചോണ്ട് വാ. ചെല്ലി ചെല്ലി ചെല്ലി. മാഡത്തിന് എന്താ വേണ്ടത്? നോ താങ്ക്സ്. എന്ത്? ഒന്നും വേണ്ട. ഓ ഓക്കെ ഓക്കെ. ശരത്തെ, നീ പോയിട്ടേ കുറച്ച് ഗ്രീസ് എടുത്തോണ്ട് വാ. എന്തിനാ, നിനക്ക് കുടിക്കാനാ? തമാശയാ, ഭയങ്കര തമാശയാ. ഒരു പെണ്ണിനെ കണ്ടപ്പോ അവൻ നമ്മളെ വിളിച്ചത് കേട്ടടാ, അസിസ്റ്റൻസ്. അവനാ പെൺകുട്ടികൾ പിന്നെ ഷൈൻ ചെയ്യാൻ അലവലാതി തേണ്ടി. എന്നാ ഞാനേ ആ കാർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മാഡം ഒന്ന് വഴി തരൂ. അതെ, ഇതൊക്കെ ഇപ്പൊ ശരിയായി തരാം. ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നമല്ലേ ഉള്ളൂ. നേരാമണ്ണൊരു നട്ടും പോട്ടും മുറുക്കാൻ അറിയാത്തവനാ. എന്ത് പണ്ടാറാവോ കാണിക്കാൻ പോന്നെ. ഇപ്പൊ ഏതാണ്ട് 4 വീല് അയക്കേണ്ടി വരുന്നാ തോന്നുന്നത്. ഇതൊക്കെ എന്താണാവോ. കിട്ടി കിട്ടി. ഇതിന്റെ അകത്ത് ഫുള്ള് വയറാണല്ലോ, ഇഞ്ചിനൊന്നുമില്ലേ? എടാ ദിലീപേ, ആ കത്രിക അങ്ങ് എടുക്ക്. കത്രികയോ? എന്തെന്നേക്കണ അപ്പം പറയുന്നത്? മാഡം, വെറുതെ എന്തിനാ വെയിലുള്ളത്? അവിടെ പോയിരുന്നോളി ആ കസേരയിൽ. സതീഷേ, നിന്റെ ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ വയറിളക്കം പിടിച്ച് ഹോസ്പിറ്റലാന്നാ പറഞ്ഞേ. ഒന്ന് ലൈനാക്കാൻ സമയം നാറികള് കാണിച്ചു തരാൻ. ആർക്കാടാ ഭാര്യയും കുട്ടികളുള്ളത്? നീ മിണ്ടരുത് പുല്ലേ, നീ ഞങ്ങൾ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ നാറ്റിച്ചല്ലേ. സോറി, നാറ്റിക്കരുത്. നീ ചെന്ന് ആ കാർ ഒന്ന് നന്നായി കൊടുക്ക്. നിനക്ക് മാത്രം ഇവിടെ പണി അറിയുള്ളൂ. അപ്പൊ മനസ്സിലായില്ല എനിക്ക്? മനസ്സിലായി മനസ്സിലായി. ചെല്ലി ചെല്ലി ചെല്ലി. ശ്യാമേ, കുറച്ച് വെള്ളം എടുത്തടാ. ഹായ് കുട്ടി, എന്താ പേര്? ലക്ഷ്മി. എന്ത് ചെയ്യുന്നു? ഞാൻ ഈ സോപ്പിന്റെ ഒക്കെ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്ന മോഡലാ. ഓ, ടിവിയിലൊക്കെ കാണുന്ന സോപ്പിന്റെ പരസ്യത്തിലോ? അതെ. എന്താ സോപ്പിന്റെ പേര്? ചന്ദ്രലേഖ. ഓ, അതൊരു പഴയ മലയാള സിനിമയുടെ പേരല്ലേ? എന്റെ സോപ്പിന്റെ പേരാ പറഞ്ഞത്, ചന്ദ്രലേഖ. എന്തൊരു സോപ്പാടവൻ. നീ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് വന്നേ. നീ എനിക്കിട്ടിങ്ങനെ പണി തന്നോണ്ടിരിക്കാലോ. ഈ വർക്ക്ഷോപ്പിൽ ആത്മാർത്ഥമുള്ള പണിക്കാരനാ ഞാൻ. ലച്ചുവിന്റെ സോപ്പിന്റെ പേരല്ലേ അത്? നീ സോപ്പിട്ട് പതിപ്പിക്കണ്ടാ. അതിന് നിനക്കെന്താ? സോപ്പ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്ന അറിയോ? സോപ്പ് നമ്മൾ തേക്കാനല്ലേ ഉപയോഗിക്കുന്നത്? അതെ, തേക്കാൻ തന്നെ. ഒന്ന് വേഗം വാടാ. ഇവനെ കൊണ്ട് സമയം എടുക്കുവോ? ഇല്ല, ഇപ്പൊ റെഡിയാക്കി തരാം. ശ്യാമേ, ആ ഒന്ന് റൈസ് ചെയ്ത് നോക്കിയേ. നോക്ക്, ഈ പോക്കോഴി മൊത്തം തുരുമ്പാണല്ലോ, ഒന്ന് പോളിഷ് ചെയ്യണം. അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്തേ.
ഇപ്പൊ കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ശരിയല്ലോ അല്ലേ? പിന്നെ ഞാനല്ലേ ശരിയാക്കി. പിന്നെ ഇന്ന് ശാന്തി ടീച്ചർ വെറുതെ എന്റെ ചെവി പിടിച്ച് നുള്ളി. അത് നീ ക്ലാസ് എടുക്കുമ്പോ സംസാരിച്ചിട്ടല്ലേ? ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, അതവർക്ക് തോന്നിയതാ, അല്ലെങ്കിലേ അവർക്ക് സംശയം. എന്നാലും ആ സുമേഷില്ലേ പഠിപ്പിച്ചിട്ട്, അവൻ ചിരിച്ചു എന്ന് പറഞ്ഞ് വരാന്തയിൽ ഒറ്റക്കാലിൽ നിർത്തിച്ചതോ. അത് ഓർമ്മയില്ലേ? അത് ശരിയാണല്ലോ. ഓ എടി, പിന്നെ നീ ഇന്ന് കൊണ്ടുവന്ന കടുമാങ്ങ അച്ചാറില്ലേ, നാളെയും കൊണ്ടുവരണം കേട്ടോ. നല്ല രുചിയാല്ലേ അമ്മമ്മ, എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. എന്നാ ഞാൻ പോട്ടെ, ബൈ. നമുക്ക് നാളെ ഒന്ന് മട്ടാഞ്ചേരി വരെ ഒന്ന് പോകും. പിന്നെ അല്ലാണ്ട് അടിച്ച് പൊളിക്കാം. ചിലവ് ആശാണ്ടാകാം. ആശാൻ പറ്റിക്കോ? അവിടെ നടി നീ നിന്റെ തള്ളയെ പോലാണോ? അവിടെ കടി അവിടെ അന്നോടൊന്ന് നിൽക്കണേ. ഓടിക്കാശാനെ വാടാ. വേഗം വിടറോ, വേഗം വിട. അവന്റെ ഇരിപ്പാണ്ടില്ല. ശരിയല്ലോ. ഇറങ്ങടാ. പക്ഷേ മോർച്ചറി തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? വാസി പോയി ചോദിക്കടാ ആ നാറികളോട്. നിങ്ങാനും കത്തുവോ? ചെല്ലടാ. ശ്യാമ ഇതാവും വരുന്നുണ്ട്. എടാ അടിക്കടാ, അടി. അത് നീ അടിക്കും. എടാ നീ അടി. അടിക്ക്. അടിയടാ. എടാ അടിക്കടാ. അതീശോ. ശ്യാമേ അടിച്ച് പൊളിക്കണം. കൊടലും പോലെ ഞാൻ നിർത്തടുത്ത് പോകുമ്പോ ഇനി മേല കൊച്ചുപിള്ളേരുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചാണ്ടല്ലോ കൊല്ലും പന്നി. മനസ്സിലാണോ? വണ്ടി ഇടറാ. കേറ്. അവന്റെ നെഞ്ചത്തൂടെ കേട്ടറാ ഒരു അലവലാതി സാബു. കിട്ടോ?
ഹലോ അയ്യപ്പ, ഞാനാ. ആ അതെ, മോളുറങ്ങിയോ? ഞാനേ അഭി അറിയാതെ വിളിക്കുക. ഒന്ന് നോക്ക്, ഫോൺ എടുക്കുവോ? ഹലോ മോളെ. ഹായ് അപ്പൂപ്പ. അപ്പൂപ്പന്റെ കൺമണി, സുഖാണോ? സുഖമാ അപ്പൂപ്പ. അപ്പൂപ്പ, അച്ഛൻ എന്താ ഇപ്പൊ എന്നെ കാണാൻ വരാത്തത്? അപ്പൂപ്പനും വരാറില്ലല്ലോ. വരില്ല, എനിക്കറിയാം. എനിക്ക് ആരുമില്ല, അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. കരയല്ല മോളെ, മോക്ക് എല്ലാരും ഉണ്ട്. അച്ഛനും ഉണ്ട്, അപ്പൂപ്പനും ഒക്കെ ഉണ്ട്. മോളെ കാണാന് അപ്പൂപ്പനും അച്ഛനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മോള് പോയി ഉറങ്ങിക്കട്ടോ. അപ്പൊ പിന്നെ വിളിക്കാം. ഇന്ന് നിങ്ങളുണ്ടാക്കിയ അടി ഓർക്കുമ്പോൾ പഠിക്കുന്ന കാലത്ത് കോളേജിലുണ്ടാക്കിയ അടികളാ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ നിനക്ക് തല്ലുണ്ടാക്കിയാൽ അഭിമാനാണല്ലേ? തീർച്ചയായിട്ടും. തെറ്റ് ചെയ്താൽ തല്ലി ചോദിക്കുന്നിടത്ത് തല്ലി തന്നെ ചോദിക്കണം. അല്ലടാ ശരത്തെ? എടാ ശരത്തെ, നിന്നോടാ. നീ എന്തൊക്കെ കുറേ നേരമായിട്ട് ആലോചിക്കുന്നത്? അല്ല, പാടത്ത് വെച്ച് തല്ലുണ്ടാക്കിയത് വർഷക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. എന്ന് വർഷം നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷെ അവളുടെ മുഖം കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. നിന്റെ ഒരു തോന്നൽ. അതിന് നമ്മൾ സൽസ്വഭാവം എന്നല്ലോ തല്ലിയത്. ആ വൃത്തികെട്ട സാബുവിനല്ലേ? അതൊക്കെ ശരിയാടാ, പക്ഷെ എന്നാലും നീ വർഷം ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കാം അല്ലേ? ധൈര്യമായിട്ട് വിളിക്കേ. എടാ, ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവളുടെ. നന്നായി. നീ ടെൻഷൻ അടിക്കില്ല ബ്രോ, നമുക്ക് ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങാം. വാ, സമയം ഒരുപാടായി. അതിന് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? അത് എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ മേടിക്കാൻ പൈസ തന്നില്ലായിരുന്നോ? ഞാൻ മറന്നുപോയടാ. കുഴപ്പമില്ല, നീ പോയ അവിടുന്ന്. ഞാനോ? നീ അങ്ങ് ഉണ്ടാക്കിയാ മതി. ഇന്നലെ മിഞ്ഞാന്ന് ഞാനാ ഉണ്ടാക്കി. എന്നാ ശരത്തെ, നീ ഉണ്ടാക്ക്. അവളെന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവാ? അവൾ ഉണ്ട വിചാരിച്ചിട്ടുണ്ടാവും. ഉണ്ട്. ഞാൻ പോയി കിടക്കാൻ പോകും. പഠിച്ചോനെ, ഇന്നും പട്ടിണിയാണ്. നല്ല കമ്പനിയാണല്ലോ. സ്ട്രോങ് ലൈറ്റ് അല്ല സപ്ലികളെ. ഇന്നലെ ആ സാബുന് നല്ലോണം കൊടുത്തോ? മോശത്തരം കാണിച്ചാലോ പറഞ്ഞാലോ ഞങ്ങൾ തല്ലു. അത് ചായ അടിക്കുന്ന ഏത് എരപ്പനാണെങ്കിലും ശരി. പൊട്ട് റെഡിയായി. സപ്ലികളെ, അയ്യപ്പെട്ടനെന്തേ? അയ്യപ്പെട്ടൻ വരാൻ കുറച്ച് വൈകും. വത്സലാമയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എന്നാ പറഞ്ഞ. വത്സലാമക്ക് എന്ത് പറ്റി? വത്സലാമയ്ക്ക് ബ്ലഡ് എന്തോ ചെക്ക് ചെയ്യണമെന്നാ പറഞ്ഞ. അല്ലോ ശരത്ത്, എന്താ ഒരു മോനും? ഒന്നുമില്ല. ആ, ചായ കുടിക്ക്. ഹായ് കാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വന്നല്ലോ നിന്റെ നിരാശാകാമുകി. ഹായ്. ഹായ്. വിനോദേട്ടാ, ഒരു സ്ട്രോങ് ചായ. ആയിക്കോട്ടെ മോളെ. സ്ട്രോങ് ആണല്ലോ, നീ ഒന്ന് സംസാരിച്ചു. മോളെ കഴിക്കാൻ വേണ? വേണ്ട ഏട്ടാ. ശരി മോളെ. ഇന്നലെ എന്ത് തല്ലായിരുന്നു മാഷെ? അല്ല വർഷേ, അത് പിന്നെ അവൻ. അല്ലെങ്കിലും ആ സാബുവിന് 2 തല്ലിന്റെ കുറവുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് വരുമ്പോ റോഡ് സൈഡിൽ നിന്ന് അവൻ മോശം കമന്റ് പറയാറുണ്ട്. അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ അവനൊരു ഇരുട്ടടി കൊടുക്കണം. ഇതേതായാലും നന്ദി. ഇല്ല മാത്യൂസേ, ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, ആ ഏരിയ സെക്രട്ടറിയെ വിളിച്ച് കാര്യം പറ. ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. അതൊക്കെ ഞാൻ അടുത്ത മീറ്റിംഗ് റെഡിയാക്കി തരാം. എനിക്ക് ഇച്ചിട്ട് തിരക്കുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ, ശരി. ഇപ്പൊ പാർട്ടി പ്രവർത്തനമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നുണ്ട് സഖാവേ? അതൊക്കെ വളരെ ഉഷാറായി പോകുന്നു മാഷെ. പിന്നെ ഇത്തവണയെങ്കിലും നമുക്ക് ഈ മണ്ഡലം ഒന്ന് പിടിക്കണം. അതിന് മാഷിന്റെ ഫാമിലിയുടെ വോട്ട് നമുക്ക് വേണം. അല്ല, അത് ഞങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, നിങ്ങൾ ചായ എടുക്കേ. സഖാവേ, ഉണ്ട വേണ്ട. പിന്നെ മാഷേ, ഞങ്ങളിപ്പോ പ്രധാനമായിട്ടും വന്നത് നമ്മുടെ അയ്യപ്പേട്ടന്റെയും നിങ്ങളുടെ പേരക്കുട്ടിയുടെയും കാര്യങ്ങൾ സംസാരിക്കാനാ. ചെറിയ കുട്ടിയല്ല മാഷേ, ഈ പ്രായത്തിൽ തന്നെ
അച്ഛനെയും അമ്മയും വേർപിരിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞ ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒക്കെ മാഷിനറിയാലോ കാര്യങ്ങളൊക്കെ. അറിയാം സഖാവേ, ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. ഒരുപാട് കുട്ടികളെ നേർവഴിക്ക് നടത്തിയ ആളാണ്. എന്റെ കൊച്ചുമോളെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഈ കാര്യം അഭിലാഷിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അവന്റെ മറുപടി ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ്. ഞാൻ അയ്യപ്പനെയും മോളെയൊക്കെ വിളിക്കുന്നത് ഇവിടെ പാത്തും പതുങ്ങിയൊക്കെയാ. സഖാവിനറിയോ, ഞാൻ അവരെ വിളിക്കുന്നതേ ഇവനിഷ്ടമല്ല. അല്ല മാഷേ, നമുക്ക് അഭിലാഷങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ? ജീവൻ തുല്യം സ്നേഹിച്ച ഭാര്യ ഒരു സുപ്രഭാതത്തിൽ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകാന്ന് പറഞ്ഞാൽ ഏത് ഭർത്താവിനെ സഹിക്കാൻ പറ്റുക? അത് ശരിയാണ്. പക്ഷെ മകളോ അവന്റെ കുട്ടിയല്ലേ, അതിനെന്തിനു സംശയിക്കണോ? അല്ല, അതും കാര്യമാണ്. എല്ലാം ശരിയായിരിക്കും. എന്റെ മോന്റെ മനസ്സ് മാറും, അവൻ അവളെ സ്വീകരിക്കും. ഒക്കെ ശരിയാവും മാഷെ. മാഷ് വിഷമിക്കാതിരിക്കും. ഞാനൊന്ന് അഭിലാഷിനോട് സംസാരിച്ചു നോക്കട്ടെ. പിന്നെ ഇച്ചിരി തിരക്കുണ്ട്. ഞാനങ്ങോട്ട് ഇറങ്ങാം. താനൊന്ന് വേഗം ആടോ. എന്നാ ശരി. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർച്ചിന്നും തുങ്കമാം സമാധാനായി. ആനന്ദി വിദ്യാലയം. ബെല്ലടിച്ചു ടീച്ചറെ. ആ പോവാടാ. നാളെ വരുമ്പോ എല്ലാവരും എഴുതി കൊണ്ടുവരണം കേട്ടോ. നാളെ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ടോ? ഉറപ്പാണോ? നീ ടീച്ചർ പറഞ്ഞ കേട്ടില്ലേ? അച്ഛനെ കൊണ്ടുവന്നാല് ഞാൻ തോറ്റ വിഷയമൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കും. അതാ ഒരു പേടി. അതിരയുടെ വീട്ടിൽ നിന്ന് ആരാ വരിക? അച്ഛനും അമ്മമ്മയും. അപ്പൊ അമ്മ വരില്ലേ? എടി പൊട്ടി, അവളുടെ അമ്മ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയതാ. അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്നിട്ട് നിനക്കറിയത്തില്ലേ? അതിനെ വേണ്ട. നീ എന്താണ് എന്റെ അമ്മേനെ കുറിച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ ഇനിങ്ങനെ പറയോ? ആ പറയും. അതിരെ അതിരെ നീക്ക്. അതിരെ ടീച്ചറെ മാറി. ആ അയ്യപ്പെട്ടന. എന്താ പക്ഷേ എന്റെ മോളിവിടെ? ടെൻഷൻ വേണ്ട അയ്യപ്പെട്ട. ഒന്നുമില്ല. ക്ലാസ്സിൽ പിള്ളേർ തമ്മിൽ വഴക്കൂടിയപ്പോ ആദരക്ക് വീണ്ടും അസുഖം വന്നു. എന്റെ മോളിവിടെയാ പക്ഷേ. ഞാനും ടീച്ചറും കൂടി തൊട്ടടുത്ത ക്ലിനിക്കിൽ കൊണ്ടുപോയി മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ബേജാറാവല്ലേ. എന്നിട്ട് എന്റെ മോളെവിടെ പക്ഷേ? അവൾ ടീച്ചേഴ്സ് റൂമിലുണ്ട്. ആ ഒന്നാട്ടെ. നന്ദി. ശരി അയ്യപ്പെട്ട. വാ മക്കളെ വാ. താടി മുടിക്ക് ആകെ വളർന്നു. അയ്യപ്പേട്ടാ, വത്സരാമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ അയ്യപ്പെട്ട പ്രശ്നം? പ്രശ്നം ഇനി പരിഹരിക്കോ? എന്താ അയ്യപ്പെട്ട അങ്ങനെ പറയുന്നത്? എങ്ങനെയൊക്കെ പറയാൻ? ഇങ്ങനെ മൊബൈൽ കുത്തി കളിക്കാണ് പണിയെടുത്തു നിങ്ങൾക്ക്. ആഴ്ചയിൽ ശമ്പളം തരുന്നില്ലേ? ഒന്നിന് കൊള്ളാത്ത കുറെ എണ്ണം. അയ്യപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? പിന്നെ നിങ്ങളെ പണി കൂടി ഞാൻ ചെയ്യണം. ഞങ്ങൾ പണിയെല്ലാം ചെയ്യുന്നില്ലേ അയ്യപ്പെട്ട? മിണ്ടാതിരിക്കണം എല്ലാവരും. നാളെ മുതൽ കൃത്യമായി ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വരണ്ട. നീയൊന്നും ഇല്ലെങ്കിൽ ഊർത്ത വാർത്ത നടക്കും.
എന്തിനാ അവരെ വഴക്ക് പറഞ്ഞത്? അവര് നമുക്ക് മക്കളെ പോലെ തന്നെയല്ലേ? എന്നാലും അയ്യപ്പേട്ടൻ പറഞ്ഞത് എത്രയായിട്ടും മനസ്സിന്ന് പോകുന്നില്ലടാ. നീയത് വിട്, സാരല്ല. എന്നാലും എന്തിനായിരിക്കും അയ്യപ്പേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? നമ്മുടെയൊക്കെ അച്ഛന്റെ സ്ഥാനത്തല്ലേ അയ്യപ്പേട്ടനെ കണ്ടേക്കണത്. കാർത്തിയാണല്ലോ. ഹലോ കാർത്തി, പറയടാ. എടാ, ഞാനിതെല്ലാം മതിയാക്കി തിരിച്ചു പോരാൻ നോക്കുക. അപ്പോ നിന്റെ ഓൺലൈൻ ബിസിനസ്സോ? എന്ത് ബിസിനസ്? കുറെ ആളുകളെ പറ്റിയുണ്ടായിപ്പോ പരിപാടി. 10 ആള് ചേർന്നാ അവര് 30 ആള് ചേർക്കും. അവരാളെ ചേർക്കുന്നതിന്റെ പൈസ നമുക്ക് കിട്ടുമെന്ന്. പിന്നെ നമുക്ക് വർക്കേ ചെയ്യണ്ട. മാസം അക്കൗണ്ടിലേക്ക് പണം വരും. ലക്ഷറി ലൈഫ്. ഈ ഓൺലൈൻ ഉടായ്പകളൊക്കെ നിർത്തി നാട്ടിൽ വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നതാണ് നല്ലത്. ഞാനേ ഒരാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് വരുവാ. അപ്പോ നിന്റെ സ്റ്റാറ്റസിൽ കണ്ട കാറും കോട്ടും ഗെറ്റപ്പും ഒക്കെ അതൊക്കെ വെറും വാടകയല്ലടാ. അല്ലെങ്കിൽ ആരെങ്കിലും നിർത്തിയിട്ട് കാറിന് മുമ്പിൽ പോയി ഫോട്ടോ എടുക്കും. എന്നിട്ട് ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് നോക്കും. മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറഞ്ഞ് ഈ ചെയിനിലേക്ക് കുറെ ആളുകളെ ചേർക്കാം. ശരത്തെ, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ് പോലും മാറ്റിയിട്ട് 4 ദിവസമായി. ആകെ ലോക്കടാ. എന്താടാ, ശബ്ദം കേട്ടിട്ട് ഒരു വല്ലായ്മ തോന്നല്ലോ. ഇല്ലടാ, ഒന്നുമില്ല. ശരത്തെ, പറയടാ, എന്ത് പറ്റി? ഇല്ലെന്നേ, നീ വാ, വന്നിട്ട് പറയാം. ഓക്കേടാ, ശരി. ഓക്കേടാ. മറ്റന്മാരൊക്കെ എന്തി? അന്വേഷണം അറിയിക്കണേ. ആ, പറയാം. എന്തിനാണ് അവൻ വിളിച്ചേ? അവന്റെ ഓൺലൈൻ ബിസിനസ്സും എല്ലാം ഒഴിവാക്കി നാട്ടിലേക്ക് വരികയാണ്. അവന്റെ കമ്പനി പൊട്ടി പാളീസായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി തകർത്തിട്ടുണ്ടാവും. അവന്റെ ഒരാളെ ചേർക്കൽ എന്തെങ്കിലൊക്കെ ആവട്ടെ. പിന്നെ അല്ലാതെ. എടാ, അയ്യപ്പേട്ടൻ പറഞ്ഞു കേട്ട് നീ പ്രയാസപ്പെടാതെ അത് വിട്ടുകളാ. ഈ പറയുന്നത് നിനക്ക് ഒരു വിഷമവും ഇല്ലല്ലോ അല്ലേ? മക്കളെ, അയ്യപ്പേട്ടെ. ആ, മക്കളെ, എന്റെ കുട്ടികൾ എന്നോട് പണക്കാണോ? അയ്യപ്പേട്ടന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ അന്നേരം അങ്ങനെയൊക്കെ. ആ സമയത്ത് ജീവിതത്തെക്കുറിച്ച് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി നടക്കുന്നവരല്ലേ നമ്മൾ മനുഷ്യന്മാര്. തലച്ചോറുണ്ടായിട്ട് പോലും ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ചു പോരാ ഒരു നിമിഷം ആലോചിക്കാതെ അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ എന്റെ സ്വന്തം മകള് കാരണം. ആ നാണക്കേടിന്റെ പരിഹാസ കഥാപാത്രമായി ഞാനും വത്സലയും മോളും ജീവിക്കുക. അച്ഛനും അമ്മയില്ലാത്ത വിഷമം ഒരുപാട് അനുഭവിക്കുന്നുണ്ട് മക്കളെ എന്റെ കുട്ടി. ആ ഒരു കാരണത്താൽ ഉണ്ടാവുന്നതാ അവളുടെ അസുഖം. അത് എന്റെ കുട്ടിക്ക് താങ്ങാവുന്നതിൽ അപ്പുറം മക്കളെ. ആദരമോളുടെ അച്ഛനോട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കണ്ട് സംസാരിച്ചാലോ? അവളെ എടുക്കുന്നു കാണാൻ. അത് നമ്മുടെ കുട്ടിക്കൊരു സന്തോഷാവില്ലേ? വേണ്ട മക്കളെ, ഈ കാര്യത്തെക്കുറിച്ച് ഞാനും വത്സലി അവന്റെ കാല് പിടിച്ച് ഒരുപാട് സംസാരിച്ചതാ. അയാൾക്കിപ്പോ സംശയം ആതിര മോള് അയാളുടെ മോളാണോന്നാ. അത് ഞങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ ആ ചോദ്യം ഞങ്ങൾക്ക് താങ്ങാനായില്ല. മക്കളെ, ഈ നാട്ടിലെല്ലാവർക്കിടയിലും എന്റെ മോള് മോശക്കാരിയായി. ഈ പ്രായത്തില് അതൊക്കെ അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറം. ഞാൻ നിങ്ങളോട് അന്നങ്ങനെയൊക്കെ സംസാരിച്ചത് എന്റെ മനസ്സിന്റെ വേദന കൊണ്ടാ മക്കളെ. എന്റെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ നിങ്ങളോടല്ലാതെ മറ്റ് ഞാൻ ആരോട് പറയാനാ? പാവം ഈ പാവപ്പെട്ട അയ്യപ്പൻ ചേട്ടനോട് അയ്യപ്പേട്ട
ഹലോ. അച്ചാച്ചനല്ല മോളെ, അച്ചാച്ചൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആ എന്താ വത്സരാമേ? ആ ഇവിടെ വന്നിരുന്നു. അയ്യപ്പേട്ടൻ ഇന്നലെ ഇവിടെ വന്ന് ഒരുപാട് കരഞ്ഞുന്നേ. പാവം. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അയ്യപ്പേട്ടനൊരു അച്ഛൻ്റെ സ്ഥാനത്തല്ലേ കാണുന്നത്. ആ ഞങ്ങൾ അങ്ങോട്ട് വരാം, അയ്യപ്പേട്ടൻ ഇങ്ങോട്ട് വരാം. ശരി ശരി, ഓക്കെ. അയ്യപ്പേട്ട എഴുന്നേക്ക്, ഒരുപാട് സമയമായി. അയ്യപ്പേട്ട, 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 അയ്യപ്പേട്ട. എടാ ദിലീപേ, ശ്യാമേ, ഒന്ന് വന്നേടാ. വിളിച്ചിട്ട് എഴുന്നേക്കടാ അയ്യപ്പേട്ട. അയ്യപ്പേട്ട, 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 അയ്യപ്പേട്ട. എടാ കാല് തിരുപ്പടാ. അയ്യപ്പേട്ട, 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 എഴുന്നേക്ക് അയ്യപ്പേട്ട. ഹലോ ശാന്ത, അയ്യപ്പേട്ട പോയി സകവേ. അയ്യപ്പേട്ട പോയി. ഗുഡ് മോർണിംഗ് സഖാവേ. നമുക്കേ 8 മണിക്കെങ്കിലും ഇറങ്ങണം, പ്രചാരണമൊക്കെ ഉള്ളതല്ലേ. എന്താ സഖാവേ ഒരു വിഷമം പോലെ? അതില്ലേ നമ്മുടെ അയ്യപ്പേട്ട മരിച്ചു. ഓ, പറയൂ സഖാവേ. ഹലോ മാഷേ. നമ്മുടെ അയ്യപ്പേട്ടനല്ലേ? അയ്യപ്പൻ. അയ്യപ്പേട്ടൻ രാവിലെ മരണപ്പെട്ടു. അയ്യോ, അതെപ്പോ? അയ്യോ. നമ്മുടെ ആദരക്കുട്ടിയുടെയും വത്സരമ്മയുടെയും കാര്യം ഓർത്തിട്ടാ എനിക്ക് സങ്കടം. അവിടെ എത്ര ചെറുപ്പത്തിൽ തന്നെ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ച്. പാവം. അയ്യപ്പേട്ടനില്ലാതെ ഇനി ഞങ്ങൾ എങ്ങനെയാ ജോലിക്ക് അങ്ങോട്ടേക്ക് പോകുന്നത്? വർഷം എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന്. ടെൻഷൻ അടിക്കാതിരിക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി നമ്മളല്ലേ ഉള്ളൂ. അനുഭവിച്ചു കൂട്ടിയ ജീവിതത്യാഗങ്ങളിൽ നിന്നും ഒരു പിടി നല്ല ഓർമ്മകൾ ബാക്കി വെച്ച് അയ്യപ്പൻ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു. തെറ്റ് ചെയ്തവരുടെ യാത്രയും അതുമൂലം അനുഭവിക്കുന്നവരുടെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, ഉത്തരം ഒന്നേയുള്ളൂ: സ്നേഹം. ഈ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഒരിക്കലും സ്നേഹബന്ധങ്ങളെ നാം പൊട്ടിച്ചെറിയാതിരിക്കുക.